മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്ന ഒന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ജനിക്കുന്ന മറ്റൊന്നാണ് മരണം എന്ന് പറയുന്നത്. എപ്പോഴും ഓരോ മനുഷ്യൻ്റെ കൂടെയും ജന്തുജീവജാലകങ്ങളുടെ കൂടെയും മരണമുണ്ട്. ഞാൻ ഈ മരണത്തെപ്പറ്റി എന്താ പറയുന്നറിയാവോ? ഈ ഓരോ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും അതൊരു തർക്ക വിഷയമായിട്ട് എടുത്താലും ഒരുപാട് സത്യങ്ങളുണ്ട്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലതും ചിന്തിപ്പിക്കുന്നത്. ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ നിസ്സാരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. മരണവും അല്ലെങ്കിൽ ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാക്കുന്നതിനും വാസ്തുശാസ്ത്രത്തിന് കഴിയും. ഈ വാസ്തുശാസ്ത്രത്തിന് എങ്ങനെയാണ് മരണം ഉണ്ടാക്കാൻ കഴിയുന്നത്? വാസ്തുശാസ്ത്രം ഒരിക്കലും മരണം ഉണ്ടാക്കില്ല. നമ്മൾ ശരിയായ രീതിയിലല്ല ഗൃഹനിർമ്മാണങ്ങൾ നടത്തുന്നത് എങ്കിൽ ഒരു നിസ്സാരമായിട്ട് നമ്മൾ കക്കൂസിൻ്റെ കുഴി നിർമ്മാണം അല്ലെങ്കിൽ കിണർ നിർമ്മിക്കുന്നത്, ഇതെല്ലാം ശരിയായ സ്ഥാനങ്ങളിൽ ദിശകളിലല്ലെങ്കിൽ ഈ മരണം സംഭവിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, അതായത് ബിസിനസ്സുകാർ വളരെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുകയും അത് പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ കേൾക്കുന്നത് ആൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. കാരണം നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെപ്പോഴും പരസ്പരം സംസാരിക്കുമ്പോൾ എന്ത് കാരണത്താലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്? വലിയ വലിയ ബിസിനസ്സുണ്ട്, പണമുണ്ട്, പിന്നെ എന്താ അയാൾക്ക് ഒന്നിനും കുറവില്ല, പിന്നെ എന്തിനാ മരിച്ചതെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് പല കാരണങ്ങളാണ്. അകാരണമായിട്ട്, അതായത് നമ്മൾ നോർമലി ചിന്തിക്കുമ്പം ഒരു തരത്തിലും നമുക്കത് പൊരുത്തപ്പെടാൻ പറ്റാത്ത മരണങ്ങളാണെങ്കിൽ കാരണങ്ങൾ പലതാണ്. ഒന്ന്, എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഒന്ന്, വാസ്തുശാസ്ത്രം ശരിയായ ദിശയിലല്ല, ശരിയായ രീതിയിലല്ല ഗൃഹനിർമ്മാണം നടത്തുന്നെങ്കിൽ ഉറപ്പായിട്ടും മരണത്തിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നടന്നിരിക്കും. ഒരു സംശയം വേണ്ട. ദീർഘായുസുണ്ടെങ്കിൽ, ഗൃഹനായകന് ദീർഘായുസുണ്ടെങ്കിൽ മരണത്തില്ല, പക്ഷെ മരണത്തിന് തുല്യമായ അവസ്ഥയിൽ പോകും. ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെടുകയോ ശരീരം ആരോഗ്യമില്ലാത്ത അവസ്ഥയിലോട്ട് പോകും. 100% ഉറപ്പാണ്, സംശയം വേണ്ട. ഇത് ഒരുപാട് അനുഭവനിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നം നോക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊരു വീടിൻ്റെ സ്ഥാനം കാണാൻ പോകുമ്പോഴത്തേക്ക് ആ സ്ഥാനം കാണുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വസ്തുവിന് പ്രശ്നമുണ്ടോ. ഇതൊന്നും ചിലർ വിശ്വസിക്കില്ല, വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ വിശ്വസിച്ച് അത് ശരിയായ രീതിയിൽ നിർമ്മാണം നടത്തുന്ന എല്ലാവർക്കും നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാവില്ലേ, തള്ളിക്കളയാം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഈ ദുർമന്ത്രവാദം എന്ന് പറയില്ലേ, ദുർമന്ത്രവാദത്തിന് പല വേഷങ്ങളുണ്ട്, പലത് ചെയ്തിട്ടുണ്ട്. കൂടോത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട് കൂടോത്രം എന്നൊക്കെ. ഈ കൂടോത്രം ഒന്നും നിസ്സാര കാര്യമല്ല കേട്ടോ. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. കൂടോത്രമുണ്ട്, കൈവിഷദോഷം. ഇതിലേറ്റവും ഡേഞ്ചർ ദൃഷ്ടിദോഷവും കൈവിഷദോഷവും ഒക്കെയാണ്. കൂടോത്രമൊക്കെയാണ്. മുച്ചോട് മുടിയും നശിക്കും, രക്ഷപ്പെടില്ല ഒരിക്കലും. അങ്ങനെയുണ്ട്. അപ്പം ശത്രുദോഷത്താൽ വന്നിരിക്കുന്ന ദോഷം കൊണ്ട് മരണം സംഭവിക്കും. അല്ല, വെറുതെ ഒന്നും മരിക്കത്തില്ല. ഇപ്പം നമ്മളെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത തന്നില്ലേ, ഈ ഒരു ബിസിനസ് വ്യവസായി, ഭയങ്കര കോടീശ്വരൻ, ആ കോടീശ്വരൻ റോയിയോ, ആ പുള്ളി പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നിമിഷത്തെ ചിന്തയിലാണ് പുള്ളി സ്വയം ആത്മഹത്യ ചെയ്തത്. ഇത് കേട്ട എല്ലാവരും ഒരേ വാചകത്തിൽ, ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒറ്റ വാചകമേ ഉള്ളൂ, ഇത്രയും പണം അയാൾക്കുണ്ട്, ഇനി ഒരു റെയ്ഡ് നടന്നു എന്ന് വിചാരിക്കുക. ആ റെയ്ഡ് നടന്നെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അയാൾ കാണിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ പെനാൽറ്റി അടച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഫൈൻ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ല. ടാക്സ് അടയ്ക്കാം, അതിൻ്റെ കാര്യങ്ങൾ അടയ്ക്കാം, എന്തും ചെയ്യാം. കാരണം
ഇത്രയും വലിയൊരു ബിസിനസ്സാണ്, ഭയങ്കര കോടീശ്വരനാണ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളാണ്. ഏതായാലും ഇതിൻ്റെ പെനാൽറ്റി ഒന്നും അയാളുടെ സ്വത്തിൻ്റെ മൊത്തം കൊടുക്കണ്ടല്ലോ, ഒരംശം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ കൊടുത്തേക്ക് രക്ഷപ്പെടാൻ പാടില്ലേ? ചിന്തിക്കുക നിങ്ങൾ ആ സെക്കൻഡിൽ. അതുപോലും അയാൾ ചിന്തിക്കാതെ, കാരണം ഈ അയാളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര, എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര വിൽ പവറുള്ള ആളാണ്, മനസ്സിന് ഭയങ്കര ധൈര്യമുള്ള ആളാണെന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷൻ എന്താണ്? അതിനെ ഫേസ് ചെയ്യാം, വരട്ടെ, നോക്കാം, അതിന് എന്താ പരിഹാരം വെച്ചാൽ ചെയ്തു കൊടുക്കാം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതുപോലും ചിന്തിക്കാതെ അയാൾ സ്വന്തമായിട്ട് അയാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകം ഒരു നിമിഷം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ആ ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഘടകം എവിടുന്നാണ് വന്നേ? ഒന്ന് ശത്രുദോഷം ഉണ്ടാകാം. നമ്മൾ കരുതുന്നത് വലിയ വലിയ ബിസിനസ്സുകാർക്ക് ശത്രുക്കളില്ലെന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ സാധാരണക്കാർക്ക് ശത്രുക്കൾ കുറവാണ്. അഥവാ ശത്രുക്കൾ ഉണ്ടായാലും സംസാരിച്ച് തീരാവുന്ന ശത്രുദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ശത്രുദോഷം ഇല്ലയെന്നല്ല, അങ്ങനെ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ വലിയ വലിയ സാമ്പത്തികമുള്ളവർ, അവർക്കൊക്കെ എന്ന് വെച്ചാൽ അത് ശക്തമായ രീതിയിൽ ശത്രുദോഷം മാത്രമല്ല, അവർക്ക് അതുപോലെ തന്നെ ദോഷങ്ങളുള്ള ആൾക്കാരാണ്. ഒരു രഹസ്യം എന്ന് പറയുന്നത്, അതൊരു പരസ്യമാണെന്ന് അറിയത്തില്ല, രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൃത്യമായിട്ടും പൂജകളും മന്ത്രങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അവരതുപോലെ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും പോയി കണ്ട്, അവർക്ക് സ്ഥിരമായിട്ടൊരാളുണ്ടാവും, അവിടെ പോയി കണ്ട് അതിന് വേണ്ട പരിഹാരകർമ്മം ചെയ്യും. എല്ലാ മാസവും അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോഴൊക്കെ പോയി പരിഹാരകർമ്മം ചെയ്യും. എല്ലാ ബിസിനസ്സുകാരും, നമ്മളീ സമൂഹത്തിൽ കാണുന്ന വലിയ വലിയ എല്ലാ ആൾക്കാരും തന്നെയാണ്. അവർ പോയി കൃത്യമായിട്ടും ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ എടുത്ത് അങ്ങനെയാണ് അവർ പോകുന്നത്. ഇതൊന്നുമില്ല, എനിക്കൊന്നും പേടിക്കാനില്ല, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവനാണ് ഇതേപോലെ ആത്മഹത്യ ചെയ്യുന്നത്. പ്രതീക്ഷിക്കാതെ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഞാനീ സംസാരിക്കുന്നത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ബിസിനസ്സുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ ബിസിനസ്സിൽ പാളിച്ചയുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിട്ട് ആ ബിസിനസ്സിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ശത്രുദോഷം വന്നിട്ടുണ്ട്. നിങ്ങളുടെ സമയവും നല്ലതല്ല. നിങ്ങൾ വേഗത്തിൽ അതിന് പരിഹാരം നിങ്ങൾ കണ്ടുകൊള്ളണം. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരവസ്ഥയിലോട്ട് നിങ്ങൾ പോകും. എൻ്റെ മൂർത്തികളുടെ അനുഗ്രഹത്താൽ ഞാൻ പറയട്ടെ, താമസിയാതെ പല പ്രമുഖരും ഇതേ അവസ്ഥയിലോട്ട് പോകും. പല ബിസിനസ്സും പരാജയപ്പെടും ഒരു നിമിഷം കൊണ്ട്. ബിസിനസ് പരാജയപ്പെട്ടില്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഉടമ ആരാണോ അയാൾ ആത്മഹത്യ ചെയ്യും. എല്ലാ മേഖലയും കലാപരമായിട്ട്, സിനിമാ മേഖലയിൽ, ഈ മലയാളത്തിൽ നിന്നുള്ള സിനിമാ മേഖലയിൽ, തമിഴിൽ, സിനിമാ മേഖലയിലെല്ലാം താമസിയാതെ നിങ്ങൾക്ക് വാർത്ത കേൾക്കാം, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഇതിൻ്റെ ആധികാരികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യമേ തെറ്റാണ്. ആധികാരികത അതൊരു വിശ്വാസമാണ്, നമ്മളുടെ ഒരു കോൺഫിഡൻ്റാണ്. അതുകൊണ്ട് ഇത് ആരെങ്കിലും എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ, ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആർക്കെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കലാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരോ, അവർക്ക് പെട്ടെന്ന് ഇടിവ് വരികയാണെങ്കിൽ, വീഴ്ച വരികയാണെങ്കിൽ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ മലയാള സിനിമ തന്നെ, നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മളെ മലയാള സിനിമ എടുത്ത് നോക്കിയ നല്ല രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന പോപ്പുലറായിട്ടുന്ന നടന്മാരും നടിമാരും തഴയപ്പെട്ട്, നമ്മൾ പറയുന്നത് തഴയപ്പെട്ടതാണ്, അവർക്ക് അവസരങ്ങളില്ലാതായി, അവർ പിന്നോക്കം തള്ളി. എന്നാൽ നമ്മളെ മലയാള സിനിമ നോക്കൂ, പുതിയ നടിമാർ വന്നിട്ടുണ്ട്, നടന്മാർ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അഭിനയിക്കാൻ അറിയാവോ? എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അവർ ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നില്ലേ? എന്തുകൊണ്ടെന്നറിയാവോ? അത് ദുർമന്ത്രവാദത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, ദുർമന്ത്രവാദത്തിനെ ആശ്രയിച്ച് മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഇവരൊന്നും ഈ സിനിമാക്കാർ ഇവരൊക്കെ ഭയങ്കര ഇതാണെന്നേ.
തമിഴ് നോക്കൂ, തമിഴ്നാട്ടിലെ സിനിമകൾ നോക്കൂ. നല്ല പവറിൽ നിന്ന വിശാൽ, ധനുഷ്, ഇവരൊക്കെ പിന്നോക്കം പോയില്ലേ? ഇവരൊന്നും സിനിമകൾ വിജയിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതേ കാരണമാണ്. വിശ്വസിച്ചാലും ഇല്ലേലും ഇതാണ് സത്യം. എൻ്റെ ഒരു അനുഭവമാണ്. കേൾക്കുന്നവർക്ക് കേൾക്കാം, ഇല്ല തള്ളിക്കളയാം. ഏതായാലും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഈ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക, പരിഹാരമെടുക്കുക. നീ തന്നെയാണ് നിൻ്റെ നാശവും, നീ തന്നെയാണ് നിൻ്റെ ഉയർച്ചയും. പൈസ കൊടുത്ത് വെറുതെ നാശം മേടിക്കണോ? ചിന്തിക്കുക.